എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ സോൾജേഴ്സിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോൾജിയർ കുഴഞ്ഞ് വീഴുന്നുണ്ട്. പുറകെ വേറൊരാളും വീഴുവാണ്. അപ്പോൾ ഒരു സോൾജിയർ പറയുന്നുണ്ട് ഇത് പോയിസൺ ആണെന്ന്. എന്നിട്ട് വേറൊരു സോൾജിയർ ഇത് ഫുഡ് കൊണ്ടുവന്ന ആളെ പിടിച്ചിട്ട് വരട്ടുവാണ്, ആരാ ഇതിൻ്റെ പിറകിൽ, ആരാ ഇത് പോയിസൺ ചേർത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇവരുടെ ഹെഡ് അവിടേക്ക് വന്നിട്ട് അത് തടയുവാണ്. എന്നിട്ട് പറയുവാണ് ആദ്യം ആ വീണ് കിടക്കുന്ന സോൾജേഴ്സിനെ നോക്കാൻ. അടുത്ത സീനിൽ ഗാവശ്യൻ എന്ന ആൾ ജിൻസിയുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുവാണ്. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ആവശ്യം റിപ്പോർട്ട് ചെയ്യുവാണ് പോയിസണുള്ള ഫുഡ് ഉണ്ടാക്കിയത് വില്ലേജേഴ്സ് ആണ്. വില്ലേജ് ലീഡറിനെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ജിൻഷി മനസ്സിലായി, എനിക്ക് കുറച്ച് സമയം തരും. ഗാവശ്യൻ ഞാൻ കേട്ടു നിങ്ങൾ ഗ്യോക്യുവിന് വേണ്ടി പുതിയൊരു ലേഡിനെ ചൂസ് ചെയ്തു എന്ന്. ജിൻഷി ഗ്യോക്യുവിന് 4 ലേഡിമാരെ ഉണ്ടായിരുന്നുള്ളൂ അവരെ സെർവ് ചെയ്യാൻ. ലിയോനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ കുറവാണ്. അവർക്ക് 10 പേരിന് മേലെയുണ്ട്. ഇത് അവരുടെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. അതെ, നമ്മുടെ ലേഡി ഗ്യോക്യു ബ്രൈറ്റും ജിൻഡിലും മാത്രമല്ല വയസ്സും കോഷ്യസുമാണ്. അവരെന്തായാലും അറിയാത്ത ഒരാളെ ഹയർ ചെയ്യത്തില്ല. കോഷ്യസ് ആവേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ പുതിയ ലേഡി ആരാണ്? അവളാണ് ഗാവശ്യൻ. എനിക്ക് ശരിയായ ആളെ ഇപ്പോഴാണ് കിട്ടിയത്. ആ ഫ്രെഗിൾസ് ഉള്ള പെൺകുട്ടിയാണ്. അവളുടെ മെഡിസിനെ പറ്റിയുള്ള അറിവ് ഭയങ്കര വലുതാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ അവൾ ആ അറിവിനെ ദുരുപയോഗം ചെയ്യുവാണേലോ, അവൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തും. അത് എളുപ്പമായിരിക്കും. എന്നിട്ട് ജിൻഷിയുടെ മൈൻഡ് വോയിസ് ആണ്, എനിക്ക് തോന്നുന്നു ഞാൻ അവളെ കുറച്ച് സെഡ്യൂസ് കാണാൻ ചെയ്യണം. അടുത്ത സീനിൽ അവളെ ഫ്രണ്ടുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അത് അടിപൊളിയാണ്, നിനക്കൊരു ഹൈ റാങ്കിങ് കോൺക്യൂബിനെ സെർവ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്കിതൊന്നും വേണ്ട. അപ്പോൾ അവിടെ പുറത്ത് ജിൻഷിയും കുറേ ലേഡീസും ഒക്കെ നിൽക്കുവാണ്. അവനെ കണ്ടാൽ ലേഡീസൊക്കെ ഭയങ്കര ബഹളം വയ്ക്കുവാണ്. അവനാണെങ്കിൽ നേരെ അവൻ്റെ അടുത്ത് വരുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, അപ്പോഴത്തേക്ക് നീ റെഡി ആയോ പോകാനായിട്ട്? ഞാൻ ജയ്ഡ്രാവലിലോട്ട് പോകാനായിട്ട് പോവാണ്. നിനക്ക് എന്തേലും വേണോ? ഇല്ല, ഒന്നുമില്ല. മൈൻഡ് വോയിസ് ആണ്, ഇവനെന്താ ഇവിടെ, ഇവന് വേറെ പണിയൊന്നുമില്ല. ജിൻസി ആണെങ്കിൽ പെട്ടെന്ന് അവളെ മുടിയിൽ പിടിച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറയുവാണ്, ഗ്യോക്യുവിനെ നന്നായിട്ട് സെർവ് ചെയ്യാൻ നോക്കണം. ലേഡീസൊക്കെ ഇത് കണ്ടിട്ട് അന്തം വിടുന്നുണ്ട്. ആണെങ്കിൽ ഞെട്ടുവാണ്. എന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അവളെ ഫ്രണ്ടാണെങ്കിൽ അവിടെ നമുക്ക് ഗുഡ് ലക്കൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. ജിൻഷിയാണെങ്കിൽ പ്രൗഡായിട്ട് നിൽക്കുവാണ്. ആണെങ്കിൽ ഗ്രോസ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ്. അടുത്ത സീനിൽ അവൾ അവിടെ എത്തി. അപ്പോൾ അവളോട് ഒരു ലേഡി ചോദിക്കുവാണ്, നീയാണോ അമ്മ? അവൾ പറയുവാണ്, അതെ. ഞാനാണ് ഹോങ്നിയ, ഇവിടുത്തെ ലേഡീസിൻ്റെ ഹെഡാണ് ഞാൻ. ഫസ്റ്റ് ഞാൻ നിനക്ക് ഇവിടേക്ക് കാണിച്ചു തരാം. അങ്ങനെ അവൾ അവരുടെ കൂടെ പോവാണ്. അടുത്ത സീനിൽ ഗ്യോക്യു ആണെങ്കിൽ കുട്ടീനെയും കൊണ്ടിരിക്കുവാണ്. ഇവരാണെങ്കിൽ അങ്ങോട്ട് പോവാണ്. അവൾ അവനോട് പറയുകയാണ്, ജെയ്ഡ് പോയിന്റിലോട്ട് സ്വാഗതം, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഷാലിങ് നിന്നെ കണ്ടതിൽ ഹാപ്പിയാണെന്ന് തോന്നുന്നു. നീ ഇവിടെ ഉള്ളത് ഞങ്ങളൊക്കെ കുറേ ഗ്ലാഡാണ്. താങ്ക് യു. അടുത്ത സീനിൽ ആ ലേഡി ആണെങ്കിൽ അവൾക്ക് അവിടുത്തെ പാർലർ, കിച്ചൺ, ലിവിങ് റൂമൊക്കെ കാണിച്ചു കൊടുത്തുവാണ്. എന്നിട്ട് ബാക്കിയുള്ളവരെയും അവളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആണെങ്കിൽ അവരോട് പറയുവാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അവർ പറയുവാണ്, വേണ്ട, നീ പോയി റെസ്റ്റ് എടുക്ക്, നിനക്ക് സ്പെഷ്യൽ ടാസ്ക് ഉണ്ട്. എന്നിട്ട് അവളെ നിന്ന് അവളുടെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അവൾ പോയി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ബാക്കി ലേഡീസൊക്കെ പറയുവാണ്, നിങ്ങൾ അവളുടെ ലെഫ്റ്റ് ഹാൻഡ് കണ്ടായിരുന്നോ? അവൾ ബാൻഡേജസിൻ്റെ പുറകിൽ അവളുടെ സ്കാർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അവളുടെ പേരൻസ് അവളെ കുറേ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ട് വിറ്റതാണെന്ന് തോന്നുന്നുണ്ട്. ഈ കുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ആ ലേഡി എന്നിട്ട് അവളുടെ റൂമിൽ കൂട്ടിക്കൊണ്ട് വരുത്തിയിട്ട് പറയുവാണ്, നീ ഇവിടെ ഇരുന്നോ, നിന്നെ വിളിക്കുമ്പോഴത്തേനും നീ പുറത്ത് വന്നാൽ മതി. എന്നിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. റൂമൊക്കെ കണ്ടിട്ട് പറയുവാണ്, എനിക്ക് നല്ലൊരു പ്രൊമോഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എലൈറ്റ്സ് ആണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവരാരും എന്നെ അത്ര വെൽക്കമിങ് ആയിട്ട് സ്വീകരിക്കാഞ്ഞത്. പക്ഷെ അവർക്ക് ഭയങ്കര സിമ്പത്തറ്റിക് ആയിട്ടാണ് എന്നെ നോക്കിയത്. അതെന്തിനാണ്? അടുത്ത സീനിൽ ജിൻഷി വരുവാണ്. എന്നിട്ട് പറയുവാണ്, പോയിസൺ ടെസ്റ്റ് ചെയ്യുക, ഇതാണ് നിൻ്റെ ഇവിടുത്തെ ജോബ്. ആണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. ഗ്യോക്യുവിനുള്ള ഫുഡ് ഇവിടെ പല ആൾക്കാർ വഴിയാണ് എത്തുന്നത്. പോയിസൺ ഇടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും ഇവരുടെ ഫുഡിൽ പോയിസൺ ചേർത്താൻ ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും. ലാസ്റ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നിന്നവരുടെ നെർവ് ഡാമേജ് സംഭവിച്ചിട്ട് അവർക്ക് കൈയും കാലും ഇതുവരെ അനക്കാൻ പറ്റിയിട്ടില്ല. അപ്പം മാവന് മനസ്സിലായി, ഇതുകൊണ്ടാണ് ബാക്കിയുള്ളവർ അവളെ ഇത്ര സിമ്പത്തറ്റിക്കായിട്ട് നോക്കിയതെന്ന്. അങ്ങനെ അവർ ഫസ്റ്റ് ബൗൾ മാമാവൻ്റെ അടുത്തോട്ട് വെക്കുകയാണ്. അവളാണെങ്കിൽ അതിൽ കളർ ചേഞ്ച് ഉണ്ടോ, സ്മെൽ ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നംനെസ് ഒന്നുമില്ല. അവൾ പറയുവാണ്, ഇതിൽ പോയിസൺ ഒന്നും ചേർത്തിട്ടില്ല എന്ന്. എന്നിട്ട് മൈൻഡ് വോയിസിൽ പറയുവാണ്, ഞാൻ ബ്രോത്തലായിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. എൻ്റെ ബോഡീനെ ഞാൻ
പയ്യെ പയ്യെ പോയിസണിനെതിരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ ഇതിലൊരുപാട് പോയിസണൊന്നും എന്നെ അഫക്റ്റ് ചെയ്യില്ല. പോയിസൺ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറ്റിയിട്ടില്ല, പണിയല്ല. പക്ഷേ ഒരു കണക്കിന് നോക്കിയാൽ ഈ ജോബ് കിട്ടിയത് ഞാൻ ലക്കിയാണ്. എന്നിട്ട് അവൾ അവരോട് പറയുവാണ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ സിൽവർ പ്ലേറ്റ് യൂസ് ചെയ്യണം എന്നാണ്. അതാകുമ്പോൾ പോയിസൺ ഡിറ്റക്റ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇത് മാസ്റ്റർ ജിൻജി പറഞ്ഞ പോലെയാണ്, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറാമിക്സ് യൂസ് ചെയ്തതെന്ന് അവർ തിരിച്ചു പറയുകയാണ്. അപ്പോൾ മാമ മൈൻഡ് വോയിസ് ആണ്, ഇത് അയാളുടെ ഐഡിയ ആയിരുന്നു എന്ന്. എന്നിട്ട് അവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്ക് പോയിസണിലും മെഡിസിനിലും ഒക്കെ നല്ല നോളജ് ഉണ്ടല്ലേ? അവൾ പറയാണ്, ഞാൻ അപ്പോത്തിക്കരിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നീ ലിറ്ററേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നേ നിനക്ക് കുറച്ചും കൂടെ സാലറി കിട്ടിയേനെ. അപ്പോൾ അവൾ പറയാണ്, എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. എൻ്റെ സാലറിയുടെ കാശ് അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിനക്ക് കുറച്ച് സാലറി കിട്ടുന്നതാണ് നിൻ്റെ കിഡ്നാപ്പേഴ്സിന് പൈസ കൊടുക്കുന്നതിൽ നല്ലതെന്ന് നീ വിചാരിച്ചല്ലേ എന്ന് അവർ പറയുവാണ്. പെട്ടെന്ന് അവരവിടെ ഇരുന്ന് ഒരു ജഗ് എടുത്തിട്ട് മാമാവിനെതിരെ നീട്ടുവാണ്. എന്നിട്ടത് താഴെ ഇട്ട് പൊട്ടിക്കുവാണ്. മാമാവാണെങ്കിൽ ഞെട്ടുവാണ്. എന്നിട്ട് അവർ പറയുവാണ്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, ഇത് നിൻ്റെ സാലറിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നീ ഫാമിലിക്ക് എങ്ങനെ പൈസ അയക്കും, അതുകൊണ്ട് നമ്മൾ നിൻ്റെ കിഡ്നാപ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ മേടിക്കുക. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ പറയുവാണ്, സോറി പ്ലീസ് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള മണിയിൽ നിന്ന് ഇതെടുത്തോ, അതെൻ്റെ തികയത്തില്ലെങ്കിൽ എൻ്റെ സേവിങ്സിൽ നിന്നും എടുത്തോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അവർ പറയുവാണ്, ഞാൻ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവരവിടെ നിന്ന് ഫുഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ക്യാഷ് കൊടുക്കുവാണ്. മാമ ഇത് കണ്ടിട്ട് പറയുവാണ്, എൻ്റെ റെഗുലർ സാലറിയുടെ അത്രയും ഉണ്ട് ഇത് കിഡ്നാപ്പേഴ്സിനൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ മൊത്തം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെ അവൾ അവർക്ക് താങ്ക്സ് പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് അവൾ മനസ്സിൽ പറയുന്നുണ്ട്, അവർക്കറിയാം എങ്ങനെ അവരുടെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന്. അടുത്ത സീനിൽ അവനെ ആണെങ്കിൽ ശരിക്കും അവിടെ ഉള്ളവരൊന്നും വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നീ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുവാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര ബോറടിയാണ്. എന്നെ ആകെ ടെസ്റ്ററായിട്ട് 2 മീൽസിനും പിന്നെ മിഡ് ഡേ ടീക്കുമാണ് വിളിക്കുന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തമായ റൂമൊക്കെ ഉള്ള സ്ഥിതിക്ക് എനിക്ക് വിഷമുള്ള നല്ല പാമ്പിനെയും കിട്ടിയായിരുന്നെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ മാമാവ് പറയുവാണ്. അപ്പോൾ അവർ വന്നിട്ട് മാമാവനെ വിളിക്കുവാണ്. നിങ്ങൾ എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഗ്യോക്കുവിനോട് അവൾ ചോദിക്കുവാണ്. അവൾ പറയുവാണ്, എനിക്കല്ല അയാൾക്കുണ്ടെന്ന്. അപ്പോൾ നോക്കുന്ന സമയത്ത് ജിൻഷി ആണെങ്കിൽ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. മാമാണെങ്കിൽ ഇത് കണ്ടിട്ട് ആക്കുവാണ്. അപ്പം ജിൻഷി വിചാരിക്കുക, ഇതെന്താ ഇവളെടുത്ത് വർക്കാവാത്തെ. എന്നിട്ട് ഇതേപോലെ മറ്റേ വർക്കേഴ്സിനെ നോക്കി ചിരിക്കുവാണ്. അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. അവൾ ചോദിക്കുവാണ്, ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന്. ജിൻഷി പറയുവാണ്, ഇതെനിക്കൊരു മിലിറ്ററി ഓഫീസറുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്, നിനക്കിത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവൾ അതെടുത്തിട്ട് മണക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഇതിൽ ആഫ്രോഡിസിയാക്കം ഉണ്ട്. അപ്പോൾ ജിൻഷി ചോദിക്കുവാണ്, നിനക്കിത് കഴിക്കാതെ തന്നെ പറയാൻ പറ്റുമോന്ന്. അവൾ അതെടുത്തിട്ട് പറയുവാണ്, ഇത് ഹാംഫുൾ ഒന്നുമല്ല, കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. മേ ബി ഇത് നിങ്ങൾക്ക് അയച്ച അയാൾക്ക് ഇന്ന് നൈറ്റ് നിങ്ങളെ കാണാൻ വരണമായിരിക്കും. സോ നിനക്ക് സ്മെല്ല് മാത്രം മതിയോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ ജിൻഷി ചോദിക്കുവാണ്. അപ്പോൾ അമ്മ വിചാരിക്കുവാണ്, അയാൾക്ക് ഇതിൻ്റെ അകത്ത് ഇതുണ്ടെന്ന് അറിഞ്ഞിട്ടും എനിക്കിത് ഇയാൾ തിന്നാൻ തന്നോ എന്നൊക്കെ. അപ്പോൾ ജിൻഷി പറയുവാണ്, എനിക്ക് നിന്നോട് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് സോൾജേഴ്സ് പോയിസൺഡായി. അവർ ഫുഡ് കഴിച്ച ശേഷമാണ് കുഴഞ്ഞു വീണത്. അവർക്ക് നോസിയ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തത് കുറച്ച് വില്ലേജേഴ്സാണ്. അവർ വില്ലേജ് ലീഡറിനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മാമ ഒരു കാര്യം ഓർക്കുന്നത്, മാസ്റ്റർ ജിൻഷി എവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്? ജിൻഷി പറയാണ്, പുറത്താണ്. പ്ലേറ്റ്സും ചോപ്സ്റ്റിക്കും ഒക്കെ വില്ലേജേഴ്സ് ആണോ കൊടുക്കുന്നത്? അല്ല, അത് സോൾജേഴ്സിൻ്റെ തന്നെയാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതെൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഈ ഫ്ലവർ കണ്ടോ, ഇത് കഴിച്ചാൽ നോസിയ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ ഉണ്ടാവും. ഇതേപോലെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ചിലതിൽ ലീവ്സിൽ, ചിലതിൽ വുഡ്, ചിലതിൽ റൂട്ടിലൊക്കെ ആയിരിക്കും പോയിസൺസ് ഉള്ളത്. സംടൈംസ് വുഡ് കത്തിക്കുമ്പോൾ പോയിസൺ പുറത്തു വരാം. അപ്പോൾ ജിൻഷിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായി. എന്നിട്ട് മാമ അവിടെ നിന്ന് പോവാനായിട്ട് നിൽക്കുകയാണ്. ജിൻഷി അവളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിനക്ക് അഫ്രോഡിസിയാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? മാമയാണെങ്കിൽ ഇത് കേട്ടിട്ട് എക്സൈറ്റഡ് ആവുകയാണ്. എനിക്ക് പ്രോപ്പർ ഇൻഗ്രീഡിയൻസും ടൂൾസും ഒക്കെ തന്നാൽ മതി, എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നവൾ പറയുവാണ്. അടുത്ത സീനിൽ ജിൻഷി പോകുന്ന ടൈമിൽ ഒരു സെർവൻ്റ് ആണെങ്കിൽ അവനെ റൂമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ജിൻഷി ആണെങ്കിൽ പറയുവാണ്, ഇല്ല എനിക്ക് ഓഫീസിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. അടുത്തത് ജിൻഷിയും ഗാവശ്യവും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഒരു സെർവൻറ്റിന് ബ്യൂട്ടിയും വെൽ എഡ്യൂക്കേഷനും മാത്രമല്ല ലോയലും ആയിരിക്കണം എംപററിനോട്. ബട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളെ ഇവിടെ നമ്മുടെ എംപറർ പ്ലേസ് ചെയ്തത് തന്നെ അവരുടെ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഗാവശ്യവും പറയുവാണ്. ജിൻഷി പറയുവാണ്, എന്തൊക്കെ ആയാലും അവൾക്ക് എന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നത് മാത്രമല്ല
എന്നെ എൻ്റെ ലൈഫിൽ ഇതുവരെ ആരും അവൾ നോക്കുന്ന പോലെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജിൻഷി എക്സൈറ്റഡ് ആവുകയാണ്. ഗാവ്ഷിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ മാമ ആണെങ്കിൽ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോവുകയാണ്. ഡോക്ടറും ഗാവ്ഷിനും ഒക്കെ ഉണ്ട്. ഗാവ്ഷിൻ പറയുകയാണ് നിങ്ങൾക്ക് വേണമെന്ന് എല്ലാം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ടെന്ന്. മാമ ആണെങ്കിൽ ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഡാൻസ് കളിച്ച് നിൽക്കുവാണ്. അപ്പോൾ ജിൻഷിയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ മാമാവും മെഡിസിൻ ഉണ്ടായി. അവളാണെങ്കിൽ ബാക്കി വന്ന് ഇത് വെച്ചിട്ട് ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അവൾ പോയ സമയത്ത് അവിടുത്തെ സെർവൻസ് ആണെങ്കിൽ ഇത് വന്നിട്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് അവരൊക്കെ അവിടെ ഒരുമാതിരി കിടക്കുകയാണ്. ജിൻഷി ആണെങ്കിൽ പറയുകയാണ് ഇതിപ്പോൾ വർക്കാവുന്നെങ്കിലും മനസ്സിലായല്ലോ എന്നൊക്കെ പറയുകയാണ്. അടുത്ത സീനിൽ ഗ്യോക്യു അവളോട് ചോദിക്കുകയാണ് ഇതാണോ നീ പറഞ്ഞ സാധനം. അപ്പോൾ അവൾ പറയുകയാണ് ഇതല്ല എന്ന് പറഞ്ഞിട്ട് അവൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ജിൻസി ചോദിക്കുന്നുണ്ട് അപ്പം ഇതെന്താ, ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ മിഡ് നൈറ്റ് സ്റ്റാക്കാണ്. ആൽക്കഹോളും ഇങ്ങനത്തെ സ്റ്റിമുലൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര എഫക്റ്റ് ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. അപ്പം ജിൻസി പറയാണ് സോ ഞാൻ ഇത് കഴിച്ചാലും പ്രോബ്ലം ഒന്നും ഇല്ലല്ലേ. അപ്പം ബാക്കിയുള്ളവരൊക്കെ ജിൻസിനെ തടയുന്നുണ്ട്. നാമ ആണെങ്കിൽ ജിൻസിനോട് ഇത് കൊടുത്തിട്ട് പറയുകയാണ് ഇത് കുറച്ചധികം എഫക്റ്റീവാണ്, സോ ഒന്ന് മാത്രം കഴിച്ചാൽ മതി. അതുപോലെ ഒന്നിൽ കൂടുതൽ കഴിച്ചാൽ നോസ് ബ്ലീഡൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ ആരാണോ മനസ്സിൽ വിചാരിക്കുന്നത് അവരുടെ കൂടെ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രം ഇത് കഴിച്ചാൽ മതി എന്ന് പറയണം. അപ്പം ഗ്യോക്യു ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ജിൻസി ആണെങ്കിൽ സെയിം ടൈം അവളെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ താങ്ക്സ് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഇരുന്നൊരു സ്നാക്ക് ജിൻസി കഴിച്ചിട്ടുണ്ട്. മാമാവിന് കാര്യം മനസ്സിലാവുക. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്.